അപ്പോൾ ഉണ്ണിമോളും കുറച്ച് ദിവസം പള്ളിക്കൂടത്തിൽ പോയി. അപ്പം ഞാൻ നമ്മുടെ ഈ റബ്ബർ വഴി ഇങ്ങനെ നടക്കുമ്പം എനിക്കൊരു കൂണ് കിട്ടിയുണ്ടോ. ഈ വർഷം ആദ്യമായിട്ട് ഇടുന്ന കൂണാണിത്. അപ്പോൾ ഈ ഒരു കൂണേ ഉള്ളൂ. ഈ ഒന്നായിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ഉള്ളിയും ഒരു 2 പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് ചെറിയൊരു തോരനാക്കി വെക്കാം. അപ്പോൾ ഇത് മാത്രം പോലെ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഞാൻ ഒടിക്കട്ടെ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കൂണ്. ഞാൻ കുറച്ച് മുരിങ്ങയില ഒടിക്കട്ടെ. അങ്ങനെ ഞാൻ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഒടിച്ചതുണ്ട്. അങ്ങനെ മുരിങ്ങയില ഒടിച്ച് വരുമ്പോൾ ഇത് നമ്മുടെ കപ്പളത്തെ നല്ല പഴുത്ത ഒരു കപ്പളങ്ങപ്പഴം കണ്ടു. അപ്പോൾ അതും കൂടെ പറിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കപ്പളങ്ങപ്പഴം. ഇത് പറിച്ചാൽ ചിലപ്പോൾ താഴെ വീണ് ചള്ളിപ്പോവായിരിക്കും. എന്നാലും വേണ്ടില്ല, ഞാൻ ഇത് പറിക്കാൻ പോവുകയാണ് ഗൈസ്. പറിക്കട്ടെ. കൂടും ചീരയിലയും കൂടും മുരിങ്ങയിലയും ഞാൻ പറിച്ചു. പക്ഷേ നമ്മുടെ കപ്പളങ്ങപ്പഴം മാത്രം നമുക്ക് കിട്ടിയില്ല. താഴെ വീണത് മൊത്തം ചള്ളിപ്പോയി. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കല്ലും മണ്ണൊക്കെ കയറി. അപ്പോൾ ഇത് തിന്നാൻ കൊള്ളില്ല. നല്ല പഴം എഴുതാ, ഇങ്ങനെയും കൊള്ളൂല. ഇതാ, അപ്പോൾ ഇത് നമുക്ക് കളഞ്ഞേക്കാം. ഇത് വേണ്ട. ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.